ചെയ്യുന്ന പ്രവർത്തനങ്ങളില്ലേ, പല ആളുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളില്ലേ, ആ പദ്ധതികളിൽ അവരങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്, പരിഭ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും പരിശുദ്ധിയും സൗന്ദര്യവും അത് വർണ്ണിച്ചാലും വിവരിച്ചാലും തീർക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. കണ്ടില്ലേ നിങ്ങൾ, ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് 2 വയസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കിയപ്പോ കൂടെയുള്ള മറ്റു കുട്ടികളില്ലേ, ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കൾ, ലംറത്ത് എന്നത് വേറൊരു കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നടന്നിരുന്ന മറ്റു മക്കളുണ്ട്. ആ കുട്ടികളെല്ലാവരും കൂടി പുറത്തേക്ക് പോകുന്ന സമയത്ത് അൽ അമീനയും കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചപ്പോ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മക്കളെ, നിങ്ങളൊക്കെ ആടുകളുടെ കൂടെ പോയാലും ഈ കുട്ടിയെ ആടിന്റെ പിന്നാലെ കൊണ്ടുപോകരുത്, നല്ലൊരു തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിർത്തണം മക്കളെ. അപ്പൊ കുട്ടികൾ പറഞ്ഞു, ഉമ്മ, ഞങ്ങള് ഏതെങ്കിലുമൊക്കെ തണലൊക്കെ തേടിയിട്ട് ഏതെങ്കിലും വൃക്ഷത്തിന്റെ ചുവട്ടിലൊക്കെ പോയി നിൽക്കേണ്ടി വരും. പക്ഷെ അൽ അമീൻ അതിന്റെ ആവശ്യമില്ല. അൽ അമീൻ എവിടെ നിൽക്കുന്നോ, യുളല്ലലു അലൈഹിൽ ഗമാമ, ഒരു വൃക്ഷവും ഇല്ലാത്ത സ്ഥലത്താണെങ്കിലും മേഘം അവിടെയാണ്. എവിടേക്കാണോ നടക്കുന്നത് മേഘം അങ്ങോട്ട് നടക്കുന്നു, എവിടെ നിൽക്കുന്നോ മേഘം അവിടെ നിൽക്കുന്നു. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയോട് ഈ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ മറ്റു മക്കളാണ്. അതുകൊണ്ട് വൃക്ഷം തരേണ്ട ആവശ്യമില്ല. ഈ ശരീരത്തിലേക്ക് സൂര്യരശ്മികളെ കൊണ്ടുള്ള പ്രകാശങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു ചൂട്, ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം ഒരിക്കലും അങ്ങനെ ഏൽക്കൂല. കാരണം ഈ ശരീരവും ഞങ്ങളെ ശരീരമൊക്കെ തമ്മിൽ വലിയ മാറ്റമുണ്ട്. ഞങ്ങള് വെയിലിൽ നിന്ന് ഒന്ന് എവിടെങ്കിലൊക്കെ ഒരു ആശ്വാസം കിട്ടാൻ മരം നോക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പാറയുടെ അടിയിൽ പോയി നിൽക്കേണ്ടി വരും. അൽ അമീൻ അതിന്റെ ആവശ്യമില്ല. ഉമ്മ എപ്പോഴും തണലാണ്. എന്താണ് സഹോദരങ്ങളെ ആ ശരീരത്തിന്റെ വിശുദ്ധി നോക്ക് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ മക്കയിൽ വെള്ളം ഇല്ലാത്ത സന്ദർഭമുണ്ടായി, വരൾച്ചയുണ്ടായി. അന്ന് തങ്ങൾക്ക് 10 വയസ്സോടടുക്കുന്ന സമയമാണ്. നേതാക്കളൊക്കെ തീരുമാനിച്ചു, വലിയ കുന്നിന്റെ മുകളിൽ കയറി, മലയുടെ മുകളിൽ കയറിയിട്ട് മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്ന് തീരുമാനിച്ചു. അബൂ ത്വാലിബ് പോകുന്ന ഒറ്റക്കല്ല, അൽ അമീനയും കൂടെ കൂട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട വജ്ഹ് കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. അവിടുത്തെ വജ്ഹു ശരീഫ്, ആ പൂമുഖം, പുന്നാര പൂമുഖം, അതിങ്ങനെ മുന്നോട്ട് മുകളിലേക്ക് കാണിച്ചുകൊണ്ടാണ് അബൂ ത്വാലിബ് ഞങ്ങൾക്ക് മഴ വേണം എന്ന് പറയുന്നത്. അങ്ങനെ ചോദിക്കുന്ന സന്ദർഭത്തിൽ തന്നെ മഴ ലഭിക്കാറുണ്ട്. ആ വിഷയത്തിൽ എപ്പോഴും അബൂ ത്വാലിബ് ഇങ്ങനെ പാടുന്നൊരു പാട്ടാണ്, വാബിയലു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി ഹിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി. അബൂ ത്വാലിബ് എപ്പോഴും പാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറ്റിയിട്ട്, വഅബിയലു, അവിടുന്ന് വെളുത്ത ശരീരമാണ്, സാധാരണ വെളുപ്പല്ല, വെളുപ്പിനോട് ചെറിയൊരു മാറ്റമുണ്ട്. വെളുപ്പിനോട് ചുവപ്പ് കലർന്ന നല്ല ഭംഗിയുള്ളൊരു നിറം. ഇസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി, അവിടുത്തെ ശറഫാക്കപ്പെട്ട പൂമുഖം കൊണ്ട് മേഘം നല്ല മഴ നൽകും, നല്ല ജലം, നല്ല വെള്ളം നൽകും. സിമാലുൽ യതാമ, അനാഥകളുടെ അത്താണിയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മത്തുൽ ലിൽ അറാമിലി, നാട്ടിലെല്ലാ ഭാഗത്തും ഉള്ള വിധവകളായ സ്ത്രീകൾക്ക് അവലംബമാണ്, അവർക്ക് സംരക്ഷണമാണ്. എവിടെ ഒരു വിധവയായ സ്ത്രീ ഉണ്ടോ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരൂല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന കാലഘട്ടത്തിൽ. അവർക്ക് വലിയ സംരക്ഷണം അവിടുന്ന് കൊടുക്കും. അനാഥകൾക്ക് വലിയ അവലംബമാണ് അവിടുന്ന്. നിങ്ങൾ നോക്ക്, പിൽക്കാലത്ത് അബൂ ത്വാലിബ് കുട്ടിക്കാലത്ത് പാടിയ ഈ പാട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയിൽ വന്നിട്ട് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസിൽ കാണാം, മദീന മുനവ്വറയിൽ വന്ന് വെള്ളിയാഴ്ച ഖുതുബ ഓതാൻ വേണ്ടി പള്ളിയിൽ മിമ്പറിൽ കയറിയപ്പോ ഖുതുബന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ആകെ പ്രശ്നത്തിലാണ്, ഞങ്ങളെ മൃഗങ്ങൾക്കൊന്നും കുടിക്കാൻ വെള്ളമില്ല, കൃഷിസ്ഥലങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, ഇനിയും വെള്ളമില്ലാതായി പോയാൽ മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങിപ്പോകും, കൃഷിയിടങ്ങളൊക്കെ ഉണങ്ങിപ്പോകും, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, വിഷമത്തിലാണ്. അതുകൊണ്ട് വേറൊരു റിപ്പോർട്ടിൽ അവിടുന്ന് ഒന്ന് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യണം. തങ്ങൾ ദുആ ചെയ്താൽ അള്ളാഹു ഞങ്ങളെ സഹായിക്കും, ഞങ്ങൾക്ക് മഴ തരും. അതീവന്ന് പരാതിപ്പെട്ട ആള് പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലാഹ് അവിടുത്തെ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുകയാണ്. മുന്നിലിരിക്കുന്ന സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോ എവിടെയും മേഘത്തിന്റെ ഒരു കളർ മാറ്റം പോലും കാണുന്നില്ല. മുകളിൽ നോക്കിയിട്ടൊരു ചെറിയ കാർമേഘം പോലും കാണുന്നില്ല, അതിന്റെ ഒരു പൊടി പോലും കാണുന്നില്ല. പക്ഷേ തങ്ങൾ ഒരൊറ്റ ദുആ നടത്തി, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ, അല്ലാഹുവേ സഹായകമായ നല്ല മഴ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, മഴ പെയ്യാൻ തുടങ്ങി. തങ്ങൾ ചോദിക്കുമ്പോഴേക്ക് മഴ വർഷിച്ചു. അന്ന് മഴ വെള്ളത്തിലൂടെയാണ് സ്വഹാബത്ത് ജുമുഅ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയത്. മഴ കൊണ്ടിട്ടാണ് എല്ലാവരും വീട്ടിലേക്ക് പോയത്. മഴയോട് മഴ. അന്നത്തെ ജുമുഅ നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇപ്പോഴെങ്ങാനും അബൂ ത്വാലിബ് ഹയാത്തിലുണ്ടെങ്കിൽ, അന്ന് അബൂ ത്വാലിബ് ഹയാത്തിലില്ല, ഇപ്പോഴെങ്ങാനും അബൂ ത്വാലിബ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അന്ന് പാടിയ അതേ പാട്ട് ഇന്നും പാടുമായിരുന്നു. വബിയലു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി തിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി. പാട്ടങ്ങ് പാടിക്കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ സന്തോഷിച്ചു. അബൂ ത്വാലിബിന്റെ വരിയാണത്. എപ്പോഴാണ് അബൂ ത്വാലിബ് ഇത് പാടിയത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിതം ആരംഭിച്ചപ്പോ, അഥവാ 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് സംരക്ഷണം അബൂ ത്വാലിബിനെ ഏൽപ്പിച്ചപ്പോ അന്നു മുതൽക്ക് അബൂ ത്വാലിബ് അനുഭവിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. കൂട്ടത്തിൽ ഒരു വലിയ അനുഗ്രഹമാണിത്. ഓ സഹോദരങ്ങളെ, അതേ കുട്ടിക്കാലത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ താമസിക്കുന്ന ആ ഹിജാസ് ഭൂമി, ആ ഭൂമിയുടെ ചെറിയ ചിത്രം ഒന്ന് നമ്മൾ മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അനിഷ്ട പ്രവർത്തനങ്ങൾ ധാരാളം പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും വിശുദ്ധിക്ക് എതിരായ ഒരു ചെറിയ പ്രവർത്തനത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാഗവാക്കായിട്ടില്ല. അബൂ ത്വാലിബ് തന്നെ പറഞ്ഞില്ലേ, എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അബൂ ത്വാലിബ് പറയുന്നുണ്ട്, എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങാടിയിലൊക്കെ പോയി വരുമ്പോ നല്ല പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. വ്യത്യസ്ത പലഹാരങ്ങളാണ് അബൂ ത്വാലിബ് ഓരോ ദിവസം കൊണ്ടുവരിക. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വാലിബിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. നമ്മുടെ ഉപ്പമാരൊക്കെ അങ്ങനെയല്ലേ, ചിലപ്പോ ചന്ദന്റെ ദിവസം ഒറ്റക്ക് പോയി വരുമ്പോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കടി കൊണ്ടുവരാം. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. പഴയ കാലത്ത് വയനാട്ടിലൊക്കെ കൂലി കിട്ടുമ്പോ ശമ്പളം കിട്ടുമ്പോഴായിരുന്നു, ശമ്പളം കിട്ടിയാൽ അന്നൊരു പ്രത്യേക കടി എന്നുള്ള അങ്ങനെ സന്തോഷത്തിന് കുട്ടികളൊക്കെ അതിന് കാത്തുക്കുമ്പോരല്ലേ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ സ്വഭാവം ഉണ്ട്. അപ്പൊ അബൂ ത്വാലിബിനുണ്ട് അങ്ങനെ സ്വഭാവം. പക്ഷെ അബൂ ത്വാലിബ് എന്ത് ചെയ്യുന്നറിയോ? ഈ കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു ഭാഗത്ത് പോകും. അപ്പൊ അബൂ ത്വാലിബിന് 1-2 മക്കളൊന്നുമല്ല, കുറെ ഉണ്ട്. ജാഫർ ബിൻ അബി ത്വാലിബ്, അലി ബിൻ അബി ത്വാലിബ്, അഖീൽ ബിൻ അബി ത്വാലിബ്, ഇങ്ങനെ കുറെ മക്കളുണ്ട്. അപ്പൊ ഈ കുട്ടികളൊക്കെ ഓടി ഇങ്ങോട്ട് വരും.
എന്നിട്ട് ആർക്കാണോ ഊക്കുള്ളത് അവർക്ക് നല്ലോണം കിട്ടും, അങ്ങനെയുള്ളൂ. അപ്പൊ ഈ പാത്രത്തിൽ നിന്ന് എല്ലാവരും കൂടി ഇങ്ങനെ കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് അത് കയ്യിലാക്കും. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി അബൂ ത്വാലിബ് ചെയ്യുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി നിൽക്കാണ്, അതിലേക്കൊന്നും വരാതെ മാറി നിൽക്കാണ്. ഈ പാത്രത്തിന്റെ അടുത്ത് വന്ന് തിക്കും തിരക്കും കൂട്ടിയിട്ട് വാരി എടുക്കാതെ ഉന്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടും കുറെ പുറത്തും കുറത്തെ കയ്യിലും അങ്ങനെ നിർക്കാതെ തങ്ങളൊരു ഭാഗത്ത് മാറി നിൽക്കുക. അബൂ ത്വാലിബിന് തോന്നി ഈ പണി ശരിയില്ല. നോക്ക് നിങ്ങൾ, കുട്ടിക്കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു നൽകിയ ജീവിതത്തിന്റെ വിശുദ്ധി ഇത് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ മാത്രമുണ്ട്. മാറി നിൽക്കുമ്പോ അബൂ ത്വാലിബ് ചോദിച്ചു, എന്താ മോനെ അൽ അമീൻ, നിങ്ങളെന്താ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മത്സരിച്ച് തിരക്ക് കൂട്ടി വാങ്ങേണ്ട ഒന്നല്ല. തിരക്ക് കൂട്ടി മത്സരിച്ച് കടുംപിടുത്തം പിടിച്ച് ഉന്തും തള്ളും ഉണ്ടാക്കിയിട്ട് കയ്യിലാക്കേണ്ട ഒന്നല്ല ഭക്ഷണം. അന്ന് നിർത്തി അബൂ ത്വാലിബ് അത്. പിന്നെ ആ പരിപാടിയില്ല. അൽ അമീൻ ഈ വിഷയത്തിലേക്കില്ലെങ്കിൽ ഇല്ല, ഇനി മക്കളെ ഈ പരിപാടിയില്ല. ഇനി എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ അതങ്ങനെ എടുത്ത് ആദ്യം കൊടുക്കും. അൽ അമീനെ വിളിച്ച് ആദ്യം അങ്ങോട്ട് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. സഹോദരിമാരെ, ആ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂ ത്വാലിബ് നൽകിയതിനേക്കാളും വലിയ ബഹുമാനം നൽകിയിരുന്നു അബൂ ത്വാലിബിന്റെ പ്രിയപ്പെട്ട പത്നി ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹാ. വല്ലാത്ത ബഹുമാനായിരുന്നു.